മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക 2, 3, 4 വാങ്ങിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു മസാലക്കറിയാണിത്. എങ്ങനെയാണ് നമ്മുടെ മുരിങ്ങയ്ക്ക മസാലക്കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 6-7 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. വലിയ മുരിങ്ങയ്ക്കല്ല, ചെറിയ മുരിങ്ങയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 6-7 എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 4 വലിയ മുരിങ്ങയ്ക്ക എടുക്കുകയാണെങ്കിൽ ഒരു 75 ഗ്രാം പ്രോൺസ് എടുക്കുക. അതിൻ്റെ അളവുകളാണ് കേട്ടോ ഇത്. പിന്നെ 1.25 കപ്പ് തേങ്ങ ചിരവിയത് എടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിന് വേണ്ട ബാക്കിയുള്ള മസാലകളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്ക ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ചെമ്മീൻ ചേർക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയ്ക്ക ഒന്ന് പകുതി കുക്കായി വന്നു കഴിഞ്ഞിട്ട് ചെമ്മീൻ ചേർത്താൽ മതി. അപ്പോൾ മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഞാൻ മുരിങ്ങയ്ക്ക വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മുരിങ്ങയ്ക്കും പ്രോൺസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 4-5 ഇതള് കറിവേപ്പില, മുരിങ്ങയ്ക്ക കുക്കാവാനും ചെമ്മീൻ കുക്കാവാനും ആവശ്യമായിട്ടുള്ള വെള്ളം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വെക്കാം. മുരിങ്ങയ്ക്ക കുക്കാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. മുരിങ്ങയ്ക്ക 1/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് മാത്രം നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കുക്കാവട്ടെ. നമുക്ക് തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കിനി തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ പാനിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവസാനമേ ചേർക്കുള്ളൂ. അപ്പോൾ മസാലക്കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഉള്ള ഒരു പീസ് പട്ട 3 പീസാക്കി എടുത്തിട്ടുണ്ട്. വലിയൊരു പീസ് പട്ട ചെറിയ 3 പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അത് ചേർക്കുന്നുണ്ട്. ഒരു 5 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ അനീസ് ഉണ്ടല്ലോ, തക്കോലം, അതിൻ്റെ ഒരു 4 ഇതള് ചേർക്കുന്നുണ്ട്. ഒരു പൂ എടുത്തിട്ട് 4 ഇതള് ചേർക്കുന്നുണ്ട്. ഇത് മുഴുവൻ മസാല ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ചേർക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്താൽ മതി. നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ചേർത്താൽ മതി കേട്ടോ. അത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. മുഴുവൻ കുരുമുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി തേങ്ങ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. തേങ്ങ കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഇതുപോലെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീയലിനാണെങ്കിൽ മാത്രമേ നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമുള്ളൂ. മസാലക്കറിക്കാവുമ്പോൾ ഈ ഒരു കളർ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ആദ്യം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ടേബിൾ സ്പൂണാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചേർക്കുന്നത് നമ്മൾ എരിവിനായിട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി മുരിങ്ങയ്ക്കയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ല കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ നമുക്ക് ഈ ഒരു മസാലക്കറിയിൽ ചേർക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി മസാലകൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഇത് വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ തീയലിന് അരയ്ക്കുന്ന പോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തിട്ട് തന്നെ ഈ ഒരു തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ പൊടികളൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. 1-2 കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് നമുക്ക്. അപ്പോഴാണ് മസാലക്കറി കറക്റ്റ് ആവുക. അപ്പോൾ പൊടികൾ കുക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി തുടങ്ങി. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം, വലിയ ജീരകം. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു പച്ച മസാല ടേസ്റ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി പെരിഞ്ജീരകവും കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വരണം. അല്ലാതെ കുക്കാവേണ്ട, അത് ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അപ്പോൾ പെരിഞ്ജീരകവും കൂടി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും ചേർക്കാനുള്ളത് ഗരം മസാലപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം.
1/2 ടീസ്പൂണിൽ കൂടുതൽ വേണ്ട. ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ മുഴുവനെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുഴുവൻ മസാല അല്ല ചേർക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി മാത്രം ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ചേർത്തതുപോലെ പട്ട, ഗ്രാമ്പു, തക്കോലം ഒന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങയിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മുഴുവൻ മസാലകൾ ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഇനി തേങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക് അതാ 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് പൊട്ടി പോകരുത് കേട്ടോ. പൊട്ടി വിടർന്നു വരുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ മാത്രമേ ഇതിലേക്ക് ചേർക്കാനുള്ളൂ. ചെമ്മീൻ എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇനി മുരിങ്ങയ്ക്കും ചെമ്മീനും ചേർന്ന് കുക്കായി വരട്ടെ. നമുക്ക് ഈ സമയത്ത് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കും ചെമ്മീനും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ഇതിലേക്ക് അരപ്പിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയും ആയിരിക്കില്ല, നന്നായിട്ട് കുറുകിയ ഗ്രേവിയും ആയിരിക്കില്ല. ഒന്ന് തിളച്ച് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവിയാണ് ഈ ഒരു മസാലക്കറിക്ക് നല്ലത്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരച്ച തേങ്ങ ആയതുകൊണ്ട് കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ആ ഒരു മസാലയൊക്കെ നമ്മുടെ മുരിങ്ങയ്ക്കയിലേക്കും ചെമ്മീനിലേക്കും ഒക്കെ ഒന്ന് പിടിച്ചു വരിക. ഇപ്പോൾ കണ്ടോ, കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. ഇതൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുറുകണം. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചേർക്കാനുള്ളത് ചേർക്കാം. അപ്പോൾ കറി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. കറി മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണോ എന്ന് നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇനിയിപ്പോൾ ഒരുപാട് എരിവൊന്നും ചേർക്കേണ്ട. എന്ന് വെച്ചാൽ മസാലക്കറിക്ക് ഒരുപാട് എരിവുണ്ടാവില്ല, ഒരു മീഡിയം എരിവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവ് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറി മാറ്റി വയ്ക്കട്ടെ. നമുക്ക് വറവിടാനുള്ള പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവിടാനുള്ള പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കറി ഉണ്ടല്ലോ, നമ്മൾ ചൂടോടുകൂടി ഉപയോഗിക്കരുത്. ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യുക, ഉപയോഗിക്കുക. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും പുട്ടിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നൊന്ന് പറയുക. ചോറിനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.